ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ദിസ് ഈസ് DJ Viz. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ +2 ബിസിനസ് സ്റ്റഡീസിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ചാപ്റ്റേഴ്സ് ആണ് മാർക്കറ്റിംഗ് ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഓക്കെ, അപ്പോൾ ഈ 2 ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വർഷങ്ങളായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതാണ്, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിട്ട് പോകേണ്ട ക്വസ്റ്റ്യൻസ് ഏതാണെന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ടേ പോകാവുള്ളൂ. കാരണം എന്ത് ചെയ്യുന്നുണ്ട്, 8 മാർക്കിനൊക്കെ റിപ്പീറ്റ് ആയിട്ട് പല വർഷങ്ങളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അല്ലെങ്കിൽ ഈ ഒരു ഏരിയ എന്നുള്ള ക്വസ്റ്റ്യൻസ് 100% ഉറപ്പുള്ളതാണ്. ഓക്കെ, അപ്പൊ ഏതാണ് ക്വസ്റ്റ്യൻസ് എന്നുള്ള കാര്യം ഡെഫിനറ്റ്ലി പഠിച്ചു വെക്കണം. അപ്പൊ നമ്മൾ ചാപ്റ്ററിന്റെ വെയിറ്റേജ് കാര്യങ്ങൾ ഇട്ടിരുന്നു. അപ്പൊ ഡെഫിനറ്റ്ലി നിങ്ങൾ ചാപ്റ്ററിന്റെ വെയിറ്റേജ് നോക്കിയിട്ട് ഇമ്പോർട്ടൻസ് ഉള്ള ചാപ്റ്റേഴ്സിന് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യണം, എന്നിട്ട് ആ ചാപ്റ്റേഴ്സ് കാണണം. ഓക്കെ, അപ്പൊ അങ്ങനെയെങ്കിൽ അതിൽ തന്നെ നിങ്ങൾ നോക്കി കാണാം ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ essay ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുന്ന 2 ചാപ്റ്റർ ഓക്കെ, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആൻഡ് മാർക്കറ്റിംഗ് ആണ്. അപ്പൊ അങ്ങനെയെങ്കിൽ നമുക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഇതിൽ എത്രമാത്രം ഇതിന്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് അറിയാം എന്നുള്ള ഒരു കാര്യം നിങ്ങൾ തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആൻഡ് ദെൻ ബാക്കി നമ്മൾ ഇതിന്റെ ഇന്നത്തെ ലൈവിലെ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഡീറ്റെയിൽ ആയിട്ട് ആൻസേഴ്സ് കാര്യങ്ങൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഡെഫിനറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യുക, അന്നത്തെ ലൈവ് കൃത്യമായിട്ട് കാണുക. ഓക്കെ, അപ്പൊ അങ്ങനെയെങ്കിൽ ഗ്യാതറിംഗ് ആൻഡ് അനലൈസിംഗ് മാർക്കറ്റ് ഇൻഫർമേഷൻ ഈസ് ആൻ ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ ഓഫ് മാർക്കറ്റിംഗ്. എക്സ്പ്ലെയിൻ എനി 8 ഫംഗ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗിലെ 8 ഫംഗ്ഷൻസ് എഴുതാനായിട്ട്. അപ്പൊ ഡെഫിനറ്റ്ലി ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ചാപ്റ്റർ ഇത് പഠിച്ചു വെക്കേണ്ട കാര്യമാണ്, മാർക്കറ്റിംഗിലെ 8 ഫംഗ്ഷൻസ് ഏതാണെന്നുള്ളത്. ഓക്കെ, നമുക്ക് 8 മാർക്കിന്റെ ക്വസ്റ്റൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ മാർക്കറ്റിംഗിന്റെ ഫംഗ്ഷൻസ് എന്താണ് എന്നുള്ളൊരു ആൻസർ എന്ത് ചെയ്യണം, നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, ആൻസേഴ്സ് നമ്മൾ ലൈവിൽ നിന്ന് ഡിസ്കസ് ചെയ്തായിരിക്കും. അപ്പൊ ഡെഫിനറ്റ്ലി നമ്മുടെ ലൈവ് എന്ത് ചെയ്യാൻ കാണുക. ഓക്കെ, നമുക്ക് ക്വസ്റ്റൻസ് ആണ് ഇപ്പം നിങ്ങളുടെ അടുത്ത് ഡിസ്കസ് ചെയ്ത് പറഞ്ഞത്, ഏതൊക്കെയാണ് ക്വസ്റ്റൻസ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ പരമാവധി എന്ത് ചെയ്യുക, അതിന്റെ ആൻസേഴ്സ് പഠിച്ചിട്ട് തന്നെ എന്ത് ചെയ്യുക, ലൈവിനെത്തുക. ഓക്കെ, ഫൈൻ. നൗ മാർക്കറ്റിംഗ് മിക്സ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് 4 പീസ്. 4 പീസാണ് ഈ ചാപ്റ്റർ മെയിൻ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള 4 പീസാണ് അല്ലെ. ഏതൊക്കെയാണ് 4 പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രൊഡക്റ്റ് വരുന്നുണ്ട്, പിന്നെ ഏതാണ് വരുന്നത്, പ്രൈസ് വരുന്നുണ്ട്, പ്ലേസ് വരുന്നുണ്ട്, പ്രൊമോഷൻ വരുന്നുണ്ട്. ഓക്കെ, മെയിൻ ആയിട്ടുള്ള 4 കാര്യങ്ങളാണ്. അപ്പൊ ഈ 4 പീസിനെ കുറിച്ചാണ് ഈ ചാപ്റ്റർ പഠിക്കാനായിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് കുറെ അധികം കാര്യങ്ങൾ ചാപ്റ്റർ പഠിക്കാനുണ്ട്. അപ്പൊ ഡെഫിനറ്റ്ലി 4 പീസ് ഏതാണെന്നുള്ളതും അതിന്റെ ഫീച്ചേഴ്സ് എന്താണെന്നുള്ളതും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഡെഫിനറ്റ്ലി പഠിച്ചു വെക്കണം. ഓക്കെ, എക്സ്പ്ലെയിൻ എനി 2 ഓഫ് ദം. അതിൽ ഏതെങ്കിലും 2 എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ് പറഞ്ഞേക്കുന്നത്. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മാർക്കറ്റിംഗ്, എക്സ്പ്ലെയിൻ ഇറ്റ് ഫംഗ്ഷൻസ്. വീണ്ടും 2021 അതേ ക്വസ്റ്റ്യൻ 8 മാർക്കിന് ചോദിച്ചിരിക്കുന്നു. അപ്പൊ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യണം, മാർക്കറ്റ് ഫംഗ്ഷൻസ് പഠിച്ചു വെക്കണം. ഇനി അത് മാത്രമല്ല, വീണ്ടും ഇതേ ചോദ്യങ്ങൾ ആവർത്തിക്കുന്ന പല രീതിയിൽ ചോദിച്ചിരിക്കുന്നുണ്ടോ. വാട്ട് ആർ ദ കീ എലമെന്റ്സ് ഓഫ് 4 പീസ് ഓഫ് മാർക്കറ്റിംഗ്. 4 പീസ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യം. ഓക്കെ, അപ്പൊ അത് നിർബന്ധമായിട്ടും പഠിക്കേണ്ട ചോദ്യമാണ്. വീണ്ടും നോക്കാം, ഇനി അതിൽ തന്നെ ഏതെങ്കിലും ഒരു പീസ്, അപ്പൊ പ്ലേസ് ആകാം, അല്ലെങ്കിൽ പ്രൊമോഷൻ ആകാം, അല്ലെങ്കിൽ പ്രൈസ് ആകാം, ഏതെങ്കിലും ഒന്നെടുത്ത് സ്പെസിഫൈ ചെയ്തും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, വാട്ട് ഡു യു മീൻ ബൈ സെയിൽസ് പ്രൊമോഷൻ. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എനി 7 സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ്. ഓക്കെ, സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് കുറെ അധികം നമ്മൾ പഠിച്ചിരുന്നു അല്ലെ, ഡിസ്കൗണ്ട് കൊടുക്കുന്നത്, അങ്ങനെയുള്ള കുറെ അധികം കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ ഏതെങ്കിലും 7 എഴുതാനായിട്ടാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇതിന്റെ ആൻസേഴ്സും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ഇന്നത്തെ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് മിസ്സാക്കരുത്. Now next question നോക്കുക, explain any 8 commonly used sales promotion. നോക്കുക 2024 23 ഒക്കെ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നതാണ്. ഏത് 8 സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് എഴുതാനായിട്ട്. അപ്പൊ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കാം. ആൻഡ് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ 8 ഫംഗ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ്. 2024 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഇത്, 8 ഫംഗ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ് എഴുതാനായിട്ട്. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്റർ നിർബന്ധമായിട്ട് പഠിക്കേണ്ടതാണ് ഫംഗ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ് എന്താണെന്നുള്ളത്, പിന്നെ 4 എലമെന്റ്സ്. ഓക്കെ, പീസ് 4 പീസ് ഏതാണെന്നുള്ളത്, പിന്നെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ സെയിൽസ് പ്രൊമോഷൻ ആണ്. ഓക്കെ, അപ്പൊ ഈ 3 ചോദ്യങ്ങൾ നിർബന്ധമായിട്ട് പല രീതിയിൽ ചോദിച്ചിരിക്കുന്നത് നമ്മൾ കണ്ടു. സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ്, ഇത്രയും ചോദ്യങ്ങൾ നിർബന്ധമായിട്ടും ആൻസർ പഠിച്ചു വെക്കാം. ഓക്കെ, ഫൈൻ. അങ്ങനെയെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ചാപ്റ്റർ നോക്കണം, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഇതിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ, every finance manager has to take 3 important decisions. What are they? Explain. ഏതൊക്കെയാണ് 3 important decision എന്ന് വെച്ചാൽ, ഡിവിഡൻഡ് ഡിസിഷൻ വരുന്നുണ്ട്, ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ വരുന്നുണ്ട്, ഫിനാൻസ് ഡിസിഷൻ വരുന്നുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ നമ്മൾ ഫിനാൻസ് ഡിസിഷൻ കണ്ടു. എന്താണ് ഫിനാൻസ് ഡിസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്രമാത്രം ഫിനാൻസ് അല്ലെ, ഏതൊക്കെ സോഴ്സ് ഓഫ് ഫിനാൻസ് അവൈലബിൾ ആണ്, അതിൽ ഏത് ചൂസ് ചെയ്യണമെന്നുള്ളത്. ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, എവിടെയാണ് നമ്മൾ ആ പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഡിവിഡൻഡ് ഡിസിഷനിൽ എന്താ ചെയ്തത്, കിട്ടുന്ന പ്രോഫിറ്റ് ബിസിനസ്സിന് വീണ്ടും അത് ബിസിനസിന്റെ എക്സ്പാൻഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യണോ, അതെയോ ബിസിനസ്സിൽ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കണം.
ഓക്കെ, ഈ 3 കാര്യങ്ങളാണ് നമ്മളവിടെ തീരുമാനമെടുക്കുന്നത്. ഇതാണ് ബിസിനസ്സിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 ഡിസിഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അത് 6 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നു. ഇങ്ങനെ ചോദിക്കാം, റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ ദ ഫോളോയിങ് ഡിവിഡൻഡ് ഡിസിഷൻ, ക്യാപിറ്റൽ സ്ട്രക്ചർ ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഓക്കെ, അപ്പൊ ഡിവിഡൻഡ് ഡിസിഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. പിന്നെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണെന്നുള്ളത്, അല്ലെ, എത്രമാത്രം ഡെപ്റ്റ്, ബോറോ ചെയ്യുന്ന ഡെപ്റ്റ് എത്രമാത്രം ഉണ്ട്, അതുപോലെ നമ്മൾ ഓണർ ഇടുന്ന ക്യാപിറ്റൽ എത്രമാത്രം ഉണ്ട്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇത് തീരുമാനിക്കപ്പെടുന്ന നമ്മൾ ഫാക്ടേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ പഠിച്ചു. അപ്പൊ അത് നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്താണ്. അപ്പൊ ഡെഫിനറ്റ്ലി ആ ലൈവ് എടുത്ത് ഇന്ത്യ ഒന്നുകൂടെ കാണുക, അതിന്റെ ആൻസേഴ്സ് പഠിക്കാം. ഇനി അടുത്തൊരു ചോദ്യം, വൺ ഓഫ് ദ ഫിനാൻഷ്യൽ ഡിസിഷൻ റിലേറ്റ് ടു എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ടു ബി റീറ്റെയിൻഡ് ഇൻ ദ ബിസിനസ്. എത്രമാത്രം ബിസിനസ്സിൽ ഫണ്ട് റീറ്റെയിൻ ചെയ്യണം എന്നതിനെ കുറിച്ച് തീരുമാനിക്കുന്ന ഡിസിഷൻ ഏതാണ്? നമുക്ക് ഈ രീതിയിലാണ് ചോദിക്കുന്നത്. ഇത് ആപ്ലിക്കേഷൻ ലെവലിലുള്ള ചോദ്യമാണ്. ഓക്കെ, അപ്പം അത് ഐഡന്റിഫൈ ചെയ്യണം. അതിന്റെ 7 ഫാക്ടേഴ്സ് ഇടാം. അപ്പൊ ഐഡന്റിഫൈ ചെയ്യുന്നത് തെറ്റിയെങ്കിൽ എന്ത് സംഭവിക്കും? ഐഡന്റിഫൈ ചെയ്ത് തെറ്റിയെങ്കിൽ നമ്മൾ ഈ 7 ഫാക്ടേഴ്സ് എഴുതുന്നത് തെറ്റും. ഒറ്റയടിക്കാണ് 8 മാർക്ക് പോകുന്നത്. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിക്കണം. ബിസിനസ്സിൽ പ്രോഫിറ്റ് റീറ്റെയിൻ ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന ഏത് ഡിസിഷൻ ആണ്? അത് ഡിവിഡൻഡ് ഡിസിഷൻ ആണ്. ഓക്കെ, യെസ്. Now, this concept refers to the mix between owners fund and borrowed fund capitalization. ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഓണേഴ്സ് ഫണ്ടും അതുപോലെ ബോറോഡ് ഫണ്ടിനെ കുറിച്ച് സംസാരിക്കുന്നു. ഏതാണത്? ക്യാപിറ്റൽ സ്ട്രക്ചർ. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന്. ഓക്കെ, എക്സ്പ്ലെയിൻ വേരിയസ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇറ്റ്. അതിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയെന്ന് എഴുതാനായിട്ടാണ്. ഓക്കെ, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്താണ്. ഡെഫിനറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യുക, ആ വീഡിയോസ് ഒന്ന് എടുത്ത് കാണുക. ഇനി അടുത്ത എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്. എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് എന്ന് വെച്ചാൽ ബിസിനസിന്റെ ഡേ ടു ഡേ ഓപ്പറേഷൻസിന് വേണ്ടി നമ്മൾ പൈസ ചിലവാക്കുന്നു, അല്ലെ? ബിസിനസിന്റെ ഡേ ടു ഡേ ഓപ്പറേഷൻസ്, ബിസിനസിന്റെ ഡേ ടു ഡേ ഓപ്പറേഷൻസിന് വേണ്ടി നമ്മൾ പൈസ സ്പെൻഡ് ആക്കുന്നതിനാണ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് എന്ന് പറയുന്നത്. ആൻഡ് ദെൻ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിന് വേണ്ടി നമ്മൾ ഫണ്ട് മാറ്റി വെക്കുന്ന കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു, ബിസിനസിന്റെ ഡേ ടു ഡേ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട്. ആൻഡ് ദെൻ ഇതെന്താണ്? ഷോർട്ട് ടൈമിലേക്കുള്ളതാണ്. ഓക്കെ, ഷോർട്ട് ടൈമിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫണ്ട് മാറ്റി വെക്കുന്നതിനാണ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്. ഇതിനെ തീരുമാനിക്കുന്ന ഫാക്ടേഴ്സ് നമ്മൾ പഠിച്ചിരുന്നു. സീസണൽ ഫാക്ടേഴ്സ് ഉണ്ട്, ബിസിനസ് സൈക്കിൾ ഉണ്ട്, അങ്ങനെ കുറെ അധികം ഫാക്ടേഴ്സ് നമ്മൾ പഠിച്ചിരുന്നു. അപ്പൊ ആ ഫാക്ടേഴ്സ് ഒന്നും നിങ്ങളെടുത്ത് നിർബന്ധമായിട്ട് പഠിക്കും. ഓക്കെ, അപ്പൊ ഫിക്സഡ് ക്യാപിറ്റൽ, ഇപ്പൊ ഇവിടെ വർക്കിംഗ് ക്യാപിറ്റൽ ചോദിച്ചു, ഈ വർഷം ഫിക്സഡ് ക്യാപിറ്റൽ ചോദിക്കാം. അപ്പൊ ആ രീതി പഠിക്കണം. ആ ഒരു ഏരിയയാണ് ഇമ്പോർട്ടൻസ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ വർക്കിംഗ് ക്യാപിറ്റലും ഫിക്സഡ് ക്യാപിറ്റൽ റിക്വയർമെന്റിന് കമ്പനിക്ക് ആവശ്യമായ, അതിനുവേണ്ടി കമ്പനി ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് തീരുമാനിക്കുന്നത്, എത്ര എമൗണ്ട് മാറ്റി വെക്കണം എന്നുള്ളതിനെ കുറിച്ച്. പിന്നെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണെന്നുള്ള കാര്യം പഠിക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഡിസിഷൻസ് പഠിക്കുക. ഇത് 3 ഈ ചാപ്റ്ററിന് ഇമ്പോർട്ടന്റ് ആയിട്ട് എസ്എ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 6 മാർക്കിന് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുന്ന, വർഷങ്ങളായിട്ട് ചോദിച്ചു കാണുന്ന, അല്ലെങ്കിൽ ആ ഒരു ഏരിയ ബേസ് ചെയ്താണ് പല വർഷങ്ങളും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഡെഫിനറ്റ്ലി ഈ ചോദ്യങ്ങൾ എഴുതി വെക്കുക. ഈ ചാപ്റ്ററിൽ ഈ ചോദ്യങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിട്ട് പോകാവുള്ളൂ. ആൻസേഴ്സ് ഡൗട്ട് ഉള്ള ആളുകൾ എന്ത് ചെയ്യുക? ഡെഫിനറ്റ്ലി നമ്മുടെ ലൈവിന് എത്തുക. അപ്പൊ കൃത്യം 7 മണിക്കാണ്. അപ്പൊ ലൈവ് മിസ്സാക്കരുത്. ലൈവിൽ നമ്മൾ ആൻസേഴ്സ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ അവിടെ വെച്ച് കാണാം. ഓക്കെ, ദെൻ ബൈ.